കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് 21 വയസ്സുള്ള ഒരു സ്ഥാനാർത്ഥിയെ CPM ഇറക്കിയത് ആര്യ രാജേന്ദ്രനാണ്. അന്ന് പിന്നീട് മേയറാക്കി, അത് ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ വന്നു. ഇപ്പോൾ അതേ CPM തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് ഫാത്തിമയെ ഇറക്കുന്നു. 21 വയസ്സാണ്. സെയിം ആര്യ മത്സരിച്ച സെയിം രീതിയാണ്. എന്താ ഉപദേശമെല്ലാം കൊടുക്കാണ്ടോ? അല്ല, ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ വയസ്സൊക്കെ പറഞ്ഞ് കളിയാക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്നും തളർന്നു പോരുതെന്നാണ് ഞാൻ മോളോട് പറഞ്ഞത്. അഭിമാനത്തോടുകൂടി വിജയിച്ചു വരാൻ കുഞ്ഞിന് സാധിക്കട്ടെ. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, CPIM എന്ന പ്രസ്ഥാനം ആര്യ രാജേന്ദ്രൻ എന്നതുകൊണ്ട് അവസാനിപ്പിച്ച് ഈ കാര്യം നിർത്തുന്നതല്ല. ഒരുപാട് മാതൃകകൾ ഫാത്തിമ ഹിസാനയെ പോലെയുള്ള ഒരുപാട് മാതൃകകൾ ഇനി വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഒരു കണിക മാത്രമാണ് ഞാൻ. ഇനി അതുപോലെയുള്ള മാതൃകകൾ വന്നുകൊണ്ടേയിരിക്കും. ആ ഉപദേശത്തിൽ കുറച്ച് വാണിംഗ്സ് ഉണ്ട്. എനിക്ക് തോന്നില്ല. മേയർ ഒരു മുൻ മാതൃകയാണ് അല്ലേ? അതെ, നമുക്കെല്ലാം മാതൃകയാക്കേണ്ട ഒരാളാണ് അല്ലേ? ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പാർട്ടി നേതാവെന്ന നിലയിൽ ശ്രദ്ധിക്കും. മേയർ ആര്യ രാജേന്ദ്രനെ പറ്റി ആർക്കാ അറിയാത്ത? ആർക്കാ പേരറിയാത്ത? എല്ലാവർക്കും അറിയാം. ഇതിപ്പം നിങ്ങൾ പറയുന്ന ഈ മാധ്യമങ്ങളായാലും കളിയാക്കി പറയുന്ന കാര്യങ്ങളായാലും അല്ലാതെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ, അതിലുപരി ഈ തിരുവനന്തപുരം നിങ്ങൾ കണ്ടില്ലേ അല്ലെ? നഗരം കണ്ടില്ലേ? ഒരു ദിവസം ആര്യയെ അങ്ങോട്ട് പ്രചരണത്തിന് കൊണ്ടുപോകുന്നുണ്ടോ? തീർച്ചയായും വന്നാൽ ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും അവരൊക്കെ പുതിയ തലമുറ അത്തരത്തിൽ വളർന്നു വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എനിക്കുള്ളത്. നമ്മളിൽ അവസാനിച്ചു പോവുകയല്ല, ഇത് തുടരണം എന്ന് തന്നെയാണ്. ഫാത്തിമ പഠിക്കുകയാണോ? അതെ, ഞാൻ പഠിക്കുവാണ്. ഞാൻ വിദ്യാർത്ഥിനിയാണ്. കേരള ലോ അക്കാദമിയിലെ 3ാം വർഷ വിദ്യാർത്ഥി. പാർട്ടിയിൽ ചെറുപ്പം മുതൽ തന്നെ സജീവമായിട്ടുണ്ട്. 8ാം ക്ലാസ് മുതൽ പാർട്ടിയിൽ സജീവമായിട്ടുണ്ട്. ഇപ്പം SFIയുടെ കിളിമാനൂർ ഏരിയ പ്രസിഡന്റാണ്. അതുപോലെ മഹിളാ അസോസിയേഷനിലെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഒപ്പം ഇവർക്കൊപ്പം മറ്റൊരു ഒരു ചെറുപ്പക്കാരി കൂടി മത്സരിക്കുന്നുണ്ട്. 25 വയസ്സുള്ള വെള്ളറട ഡിവിഷനിൽ നിന്നാണ്. അഭിഭാഷകയാണ്. എന്റെ പേര് അഡ്വക്കേറ്റ് ആതിര ഗ്രേസ് ആണ്. അപ്പോൾ ഞാൻ കുട്ടിക്കാലം മുതലേ സജീവമായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബാലസംഘത്തിൽ നിന്ന് തുടങ്ങിയതായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കോവിഡ് രംഗത്ത് എല്ലാവരും മാറിയുന്ന സമയത്തും ഞാൻ ഫുൾ സജീവമായിട്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഇതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് 25 വയസ്സെന്ന് പറയുമ്പോൾ മത്സരിക്കാൻ പറ്റില്ലല്ലോ? ഇല്ല, ഞാൻ ഒരിടത്തും ഇതുവരെയും ഇലക്ഷനായിട്ട് ഒരിടത്തും നിന്നിട്ടില്ല, മത്സരത്തിന് നിന്നിട്ടില്ല. കോളേജിൽ എന്നൊക്കെ പറയുമ്പോൾ SFIയിലൊക്കെ എല്ലാ കലാലയത്തിലൊക്കെ മുന്നണി പ്രവർത്തകയായിരുന്നു. അപ്പോൾ ഇതുവരെയും ജനങ്ങൾ ഏറ്റെടുത്ത ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഇപ്പോൾ ഈ ഒരു അവസരം. പെട്ടെന്നാണോ പാർട്ടി തീരുമാനം അറിയിക്കുന്നത്? പെട്ടെന്നായിരുന്നു പാർട്ടി തീരുമാനമെല്ലാം അറിയിച്ചിരുന്നത്. അതാണ് CPM ആര്യ വന്ന മാതൃകയിൽ ചെറുപ്പക്കാരായ കുറെ ആളുകളെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ ആര്യ വന്ന മാതൃക പാർട്ടിക്ക് വിജയകരമായി അതൊരു സക്സസ് ആയിരുന്നു എന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആകും എന്ന് കരുതേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.